കുഴിയും മഴയും ഗതി കെട്ടപ്പോഴാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധമൊരുക്കിയത്. ഇലന്തൂർ നെടുവേലി ജംഗ്ഷനിൽ കാത്തിരിപ്പ് കേന്ദ്രത്തോട് ചേർന്ന ഭാഗത്ത് അത്രയ്ക്ക് മോശമായിരുന്നു റോഡ്. ബുധനാഴ്ച 12 മണിയോടെ സമരം കഴിഞ്ഞ് പ്രവർത്തകർ പല വഴി പിരിഞ്ഞു. പിന്നാലെ എത്തി കുഴിയടപ്പുകാർ. മഴ പെയ്താൽ കെട്ടിക്കിടക്കുന്ന റോഡിലെ വെള്ളം ഓടയിലേക്ക് മാറ്റിവിട്ടു. ടാറും മെറ്റലും ഉപയോഗിച്ച് കുഴികൾ താൽക്കാലികമായി അടച്ചു. എലന്തൂരിൻ്റെ പഞ്ചായത്തിൻ്റെ പല മേഖലകളിലും വലിയ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഇത് പല പ്രാവശ്യം നമ്മൾ PW ഓഫീസുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു നടപടി വേണ്ടവണ്ണം വന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഈ സമരത്തിലേക്ക് ഇലന്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി തീരുമാനം എടുക്കുന്ന UDF-ൻ്റെ നേതൃത്വത്തിൽ സമരം എടുക്കുകയും തുടർന്ന് ആ സമരത്തിൻ്റെ ഒരു വിജയമെന്ന് പറയുവാനായിട്ട് സാധിക്കും. TK റോഡിൽ ഇവിടെ മാത്രമല്ല കുഴികൾ. വാര്യാപുരത്ത് 2 ഇടങ്ങളിലെ കൊടും വളവുകളിലടക്കം പലയിടത്തും കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. നെല്ലിക്കാലം മുതൽ നമ്മുടെ പുളിമൂട് ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് അനവധി ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ട് ഇത് കുഴി അടയ്ക്കുന്നതിനാവശ്യമായ നടപടികൾ നാളിതുവരെ നടന്നിട്ടില്ല. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് കുഴി ഇങ്ങനെ ഒട്ടിച്ചു പോകുന്നൊരു പതിവുണ്ട്. എന്നാൽ ആ ഒട്ടിച്ചു പോകുന്ന പതിവ് ഈ റോഡിന് ശാശ്വതമല്ല. കാരണം ഇതൊരു BMNBSC ചെയ്ത റോഡാണ്. അപ്പോൾ അതിൻ്റേതായ അർത്ഥത്തിൽ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഈ റോഡിൻ്റെ വികസനം സാധ്യമാവുകയുള്ളൂ. അതേസമയം TK റോഡിൽ കുമ്പഴ ഭാഗത്തു നിന്നും ഏതാനും ദിവസം മുൻപ് തന്നെ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയതായി പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ വിശദീകരിച്ചു. മഴയാണ് പണി കുളമാക്കിക്കൊണ്ടിരിക്കുന്നതത്രേ. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.